ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഏറെ ഉപകരിക്കുന്ന, നമ്മളെ വീട്ടുജോലികളൊക്കെ എളുപ്പമാക്കാനൊക്കെ സഹായിക്കുന്ന വളരെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടുനോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ടിപ്പ്, ഇതേപോലെ നമ്മൾ ബോട്ടിൽ എണ്ണ അല്ലെങ്കിൽ നെയ്യ്, വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് വെക്കില്ലേ, അതൊക്കെ തീർന്നു കഴിഞ്ഞ് ഈ കുപ്പി നമ്മൾ സോപ്പിട്ട് കഴുകുമ്പം പെട്ടെന്ന് തന്നെ ഈ ഒരു നെയ്യും ഇതൊരു എണ്ണമയൊന്നും പോയിന്ന് വരില്ല. അങ്ങനെയുള്ള ബോട്ടിലൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ വഴിയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് എടുക്കുക, അതിൻ്റെ അകത്തേക്ക് ഒരു സ്പൂണോളം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ കുറച്ച് സമയം ഷേക്ക് ചെയ്യുമ്പോഴേക്കന്നെ അതിൻ്റെ അകത്തുള്ള എണ്ണയൊക്കെ ബോട്ടിലിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കട്ടയായിട്ട് ഇരിക്കുന്നതായിട്ട് കാണാം. അങ്ങനെ വന്നു കഴിഞ്ഞ് നമ്മൾ നേരെ ഇത് കൊണ്ടുപോയിട്ട് വെള്ളമൊഴിച്ചിട്ട് കഴുകിക്കളയുക. അതിനുശേഷം നമ്മൾ പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന സോപ്പോ അല്ലെങ്കിൽ ഡിഷ് വാഷോ ഉപയോഗിച്ചിട്ട് ഈ ഒരു ബോട്ടിലൊന്ന് കഴുകിക്കളയുക കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരിത്തിരി പോലും എണ്ണമയം ഉണ്ടാവത്തില്ല. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് സോപ്പിട്ട് കഴുകുമ്പോൾ ഈ ഒരു എണ്ണമയം പൂർണ്ണമായിട്ടും പോയിന്ന് വരില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അടുത്തൊരു ടിപ്പിലേക്ക് പോകാം. ഇതേപോലെ നമ്മൾ ബോട്ടിൽസൊക്കെ കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് ആറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കമത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ വയ്ക്കുമ്പം ഒത്തിരി സമയം എടുക്കും ഈ ഒരു ബോട്ടിലിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് ആറിക്കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ ക്ലോത്തിനൊക്കെ കുത്തുന്ന ഈ ഒരു ക്ലിപ്പ് ഇതേപോലെ ഈ ഒരു ബോട്ടിലിൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് കുത്തി കൊടുക്കുക. അതിനുശേഷം അതൊരു സ്റ്റാൻഡ് പോലെ ഉണ്ടാവും. ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ബോട്ടിലിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആറിക്കിട്ടും കേട്ടോ. അതിൻ്റെ അകത്തൊരു ഇത്തിരി വെള്ളം ഇല്ലാതെ തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അത് മുഴുവൻ വെള്ളം ആറി കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇങ്ങനെയൊന്നും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏറെ ഉപകരിക്കുന്ന ഒരു ടിപ്പ് തന്നെയായിരിക്കും കേട്ടോ ഇത്. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. ഇതേപോലെ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിൽസോ ഒക്കെ നമ്മുടെ തറയിലൊക്കെ വീണ് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു കുപ്പിച്ചില്ലിൻ്റെ ചെറിയ നമുക്ക് കാണാൻ കഴിയാത്ത അത്രയും ചെറിയ ചില്ലൊക്കെ അവിടെയായിട്ട് തെറിച്ച് കിടക്കുന്നുണ്ടാവും. നമ്മൾ ചൂല് ഉപയോഗിച്ചിട്ട് അത് അടിച്ച് വരുമ്പം പെട്ടെന്ന് എവിടേക്കെങ്കിലുമൊക്കെ തെറിച്ച് പോയി പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാലിനൊക്കെ തറയ്ക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു സംഭവം കുപ്പിയായാലും ഗ്ലാസ് ആയാലും ഒക്കെ പൊട്ടുന്ന സമയത്ത് തന്നെ ഇതേപോലത്തെ സെലോ ടേപ്പ് വീട്ടിലുണ്ടെങ്കിൽ അതൊന്ന് കയ്യിൽ തിരിച്ചിട്ട് ഈ ഒരു പശയുള്ള ഭാഗം മുകളിലേക്കാവുന്ന രീതിയിലൊന്ന് കൈമേലൊന്ന് ചുറ്റി കൊടുക്കുക. അതിനുശേഷം എവിടെയാണോ നമ്മൾ ഈ ഒരു ഗ്ലാസ്സോ കുപ്പി എന്താ പൊട്ടി വെച്ചാൽ ഈ ഒരു ഭാഗത്ത് നമ്മളെ കൈകൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കാണാൻ കൂടി പറ്റാത്ത അത്രയും ചെറിയ ഇതിലുള്ള കുപ്പി കഷ്ണമൊക്കെ ഈ ഒരു സ്റ്റിക്കർ മേലേക്ക് അങ്ങ് പറ്റിയിട്ട് വരും കേട്ടോ. അപ്പോൾ അവിടെ ഒന്നും കുപ്പി കഷ്ണം ഉണ്ടോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവില്ല. കുഞ്ഞു കുട്ടികളൊക്കെ വീട്ടിലുള്ളവർ ഈ ഒരു ടിപ്പ് ഒന്നിത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മൾ സെലോ ടേപ്പൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നും നമ്മൾ വേറെ എന്തിനെങ്കിലും അത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അറ്റം കാണത്തില്ല. അറ്റം നമ്മൾ പിന്നെ തിരഞ്ഞ് നടക്കേണ്ടി വരും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ച് അത് അവിടെ വെക്കുന്ന സമയത്ത് തന്നെ ചന്ദനത്തിരീൻ്റെ കമ്പോ അല്ലെങ്കിൽ ഒരു തീപ്പെട്ടിയോ ഉപയോഗിച്ച് ഇതേപോലെ ഒരു അടയാളം വെച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അടുത്തൊരു പ്രാവശ്യം ഉപയോഗിക്കുമ്പം ഇതിൻ്റെ ഒരറ്റം തിരഞ്ഞ് നടക്കേണ്ട കാര്യം വരില്ല കേട്ടോ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് വേണ്ടത്. ഇപ്പോൾ മഴക്കാലമൊക്കെ തുടങ്ങി, അതേപോലെ തന്നെ ചക്കയും മാങ്ങയും ഒക്കെ ഉണ്ടാവും. ഈ ഒരു സമയത്ത് നമ്മൾ അടുക്കളയിൽ നിറയെ ഒരു കുഞ്ഞ് ഈച്ച ഉണ്ടാവും. ഈ ഒരു ഈച്ചയ്ക്ക് ഇന്ന സാധനമൊന്നുമില്ല. മിക്സി അല്ലെങ്കിൽ പല സാധനത്തിൻ്റെ മുകളിലും ഇങ്ങനെ വന്നിരിക്കും. അടുക്കളയിലൊന്നും ഒരു സാധനം വെക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഈ ഒരു ഈച്ച കൂട്ടായിട്ട് നിൽക്കുന്ന സ്ഥലത്തൊന്ന് വീശി കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ വീശുമ്പോൾ ഈ ഒരു ഈച്ച മുഴുവനായിട്ടും ഈ ഒരു പ്ലേറ്റിലേക്കായിട്ട് പറ്റിക്കിടക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്യണേ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു തെർമോക്കോളിൻ്റെ ചെറിയൊരു പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കട്ടി ഒന്ന് കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കത്രിക കൊണ്ടൊന്ന് വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ ഈ ഒരു തെർമോക്കോള്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പൊട്ടിയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടെയ്നർ അല്ലെങ്കിൽ മഗ്ഗൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മൾ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കളയുകയാണ് ചെയ്യുക. അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു തെർമോക്കോൾ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു കണ്ടെയ്നർ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പം ആ പൊട്ടിയ സ്ഥലത്ത് ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ ഒരു പൊട്ടിയ സ്ഥലത്തായിട്ട് നമ്മുടെ ഫെവിക്വിക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു ഫെവിക്വിക്കിന് 40 രൂപ എങ്ങാണ്ടുള്ളൂ. ഈ ഒരു പൊട്ടിയ സ്ഥലത്തായിട്ട് ഫെവിക്വിക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മളെ തെർമോക്കോളിൻ്റെ കഷ്ണം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഫെവിക്വിക്കിൻ്റെ മുകളിലായിട്ട് തെർമോക്കോൾ വയ്ക്കുമ്പം ഈ ഒരു തെർമോക്കോൾ പെട്ടെന്ന് തന്നെ ഉരുകിപ്പോവും. ഈ ഒരു ഉരുകിപ്പോകുന്നത് നേരെ ഈ പൊട്ടിയ ഭാഗത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഇതേപോലെ എന്തെങ്കിലും കത്തിയോ ആണിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് വെച്ച് കൊടുക്കുക. കൈകൊണ്ട് തൊടണ്ട കേട്ടോ. കൈകൊണ്ട് തൊടുമ്പോൾ നമ്മളെ കൈമലേക്ക് അതിൻ്റെ ഈ ഒരു പശ ആവാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും സാധനങ്ങൾ കമ്പോ എന്തെങ്കിലും എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അതിന് ശേഷം ഇതൊരു 5 മിനിറ്റ് നേരം ആറാൻ വേണ്ടി വെക്കുക കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ ഈ ഒരു പൊട്ടിയതൊക്കെ അടഞ്ഞിട്ടുണ്ടാവും.
ആ ഒരു പൊട്ടിയ കല പോലും ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു ഫ്ലെക്സ് ക്യൂക്ക് ഇതേപോലത്തെ ഒരു ബോട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി കാലം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഒരുപാട് സാധനങ്ങൾ ഒട്ടിക്കാൻ ഈ ഒരു ചെറിയൊരു കുപ്പി മാത്രം മതി. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് വരെ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് ആറി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് കാണിച്ചു തരാവേ. വെള്ളം ഒഴിച്ച് നോക്കുമ്പോൾ ഒരു ഇത്തിരി പോലും വെള്ളം ലീക്കായിട്ട് പുറത്തേക്കൊന്നും വരുന്നില്ല, നല്ല രീതിക്ക് തന്നെ ഒട്ടിയിട്ടുണ്ട്. അല്ലാതെ ഫ്ലെക്സ് ക്യൂക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് ഇട്ടിട്ട് ഒട്ടിക്കുമ്പോൾ ഇത്രത്തോളം ഒട്ടിയെന്ന് വരില്ല. ഇങ്ങനെ തെർമോക്കോൾ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മൾ വീട്ടിൽ നല്ല രീതിക്ക് കട്ടിയായതല്ലാതെ കട്ടയാവാനൊക്കെ ഇങ്ങനെ തുടങ്ങി വരുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല രീതിക്ക് കട്ടയായത് ഇതേപോലെ ചെയ്താൽ എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നില്ല. ജസ്റ്റ് ഒന്ന് കട്ടയാവാനൊക്കെ തുടങ്ങുന്നതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പെർഫ്യൂം ഈ ഒരു ക്യൂടെക്സിൻ്റെ ബോട്ടിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു ക്യൂടെക്സ് നല്ല രീതിക്ക് തന്നെ നല്ല ലൂസായിട്ട് വരികയും ചെയ്യും. ഈ ഒരു കട്ട പിടിച്ച് കിടക്കുന്നതൊക്കെ ഇളകിയിട്ട് നല്ലോണം നമുക്ക് ഇടാൻ പറ്റിയ പാകത്തിനൊക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ക്യൂടെക്സ് ഒന്ന് കട്ടയാവാനൊക്കെ ഇങ്ങനെ തുടങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ ഒരു പെർഫ്യൂം അടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ലൂസായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിമ്മനക്കുപ്പി കത്തിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്യാസിൽ വെച്ചിട്ടാകുമ്പോൾ ഗ്യാസ് ഒത്തിരി ചിലവാകുമല്ലോ. അപ്പോൾ ഇങ്ങനെ മെഴുകുതിരിയോ ചിമ്മനക്കുപ്പിയോ ഉണ്ടെങ്കിൽ കത്തിച്ച് വെക്കുക. അതിനുശേഷം നമ്മളെ വീട്ടിൽ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ വെളുത്തുള്ളി എടുത്തിട്ട് അതിൻ്റെ ഈ ഒരു ഭാഗം ഇല്ലേ, ഒരു ചകിരി പോലെ അതിൻ്റെ ഒരു മൂക്ക് ഭാഗം അതൊന്ന് ഈ ഒരു വെളിച്ചത്തിൽ വെച്ചിട്ടൊന്ന് കരിച്ചു കൊടുക്കുക കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ ഈ ഒരു വെളുത്തുള്ളി മഴക്കാലമൊക്കെ ആയതുകൊണ്ട് വേഗം പൂപ്പലൊക്കെ കെട്ടിപ്പോവും. അങ്ങനെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു ഭാഗം ഒന്ന് കരിച്ചു കൊടുത്ത ശേഷം ഒരു പാത്രത്തിലേക്ക് 1 സ്പൂണോളം ഉപ്പൊന്ന് വിതറി കൊടുത്തിട്ട് നമ്മൾ കരിച്ചൊരു ഭാഗം അടിഭാഗത്തായിട്ട് വരുന്ന രീതിയിലൊന്ന് വെച്ച് സ്റ്റോർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ എത്ര കാലം നമുക്ക് ഒരു വെളുത്തുള്ളി കേടാവാതെ കിട്ടുന്നോ അതിനെക്കാട്ടും ഇരട്ടി കാലം കിട്ടും കേട്ടോ. നമുക്ക് സാധാരണ നമ്മളൊന്നും ചെയ്യാതെ തന്നെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ദിവസം നമുക്ക് ഈ ഒരു വെളുത്തുള്ളി ഇതേ രീതിയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം വെളുത്തുള്ളിയൊക്കെ കുറേയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്